ദൈവം മുമ്പാകെയുള്ള നമ്മുടെ സ്വീകാര്യത്തെപ്പറ്റി കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞത് നമുക്കൊന്നുകൂടെ ഒന്ന് ധ്യാനിക്കാം. അപ്പോസ്തലനായ പൗലോസിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഇപ്രകാരമുള്ള ഒരു സാക്ഷ്യം നിലനിർത്താനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നവരാണോ? പൗലോസ് പറയുന്നത് കേൾക്കുക. എപ്പോഴും ശുദ്ധമായ ഒരു മനസ്സാക്ഷിയോടെ എങ്ങനെ ജീവിക്കണമെന്ന് അറിയുന്ന ഒരാളാണ് ഇത് പറയുന്നത്, വല്ലപ്പോഴും അല്ല. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. പഴയ നിയമത്തിൽ ആർക്കും ഇത് പറയാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. നിർഭാഗ്യകരെന്ന് പറയട്ടെ, ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ഇത് പറയാൻ കഴിയുന്നില്ല. 1 കൊരിന്ത്യർ 4:4. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും തന്നെക്കുറിച്ച് തന്നെ ദിവസത്തിൻ്റെ 24 മണിക്കൂർ അവനത് പറയാൻ കഴിയുമായിരുന്നു. നിങ്ങൾ കർത്താവിൻ്റെ യഥാർത്ഥ ഒരു ശിഷ്യനാണെങ്കിൽ ആഴ്ചയുടെ 24 മണിക്കൂർ നിങ്ങൾക്ക് പറയാൻ കഴിയണം, വല്ലപ്പോഴുമല്ല 24 മണിക്കൂറും. ഞാൻ ദുഃഖത്തോടെ പറയട്ടെ, അനേക വർഷങ്ങൾ ആരും ഇത് എന്നെ പഠിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് വർഷങ്ങളോളം എനിക്കിത് പറയാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇന്ന് അതെൻ്റെ ജീവിതത്തിൽ വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സാക്ഷിയിൽ ഒരു പാപത്തെക്കുറിച്ചും എനിക്ക് ബോധ്യമില്ല. ഈ പറയുന്ന നികളമാണെന്ന് ആളുകൾക്ക് പറയാം. പാപകരമായ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് അവർക്ക് എന്തും പറയാം. അത് മറയ്ക്കാൻ വേണ്ടി അവർ പറയും, ഓ ഇത്ര നികളിയാകരുത്. പൗലോസ് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. പൗലോസിനെ അവൻ നികളിയാക്കിയെന്ന്. എന്നാൽ അതിനാൽ ഞാൻ നീതിമാനെന്ന് വരുന്നില്ല, അതാണ് അവൻ പറയുന്നത്. എന്തുകൊണ്ടാണ്? ഞാൻ അറിയാത്ത പാപം പിന്നെ എന്നിലുണ്ട്. നോക്കൂ, വചനം എത്ര സന്തുലിതമാണ്. അപ്പോഴും ഞാൻ ക്രിസ്തുവിനെ പോലെ ആയിട്ടില്ല. എന്നാൽ എൻ്റെ മനസാക്ഷിയിൽ ബോധ്യമുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ മാനസാന്തരപ്പെട്ടു. അതിനർത്ഥം എൻ്റെ മനസാക്ഷിക്ക് ബോധ്യമുള്ള എല്ലാ പാപത്തിനും ഞാൻ മാനസാന്തരപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ചു. യേശുവിൻ്റെ രക്തം എന്നെ ശുദ്ധീകരിക്കുക മാത്രമല്ല, അതെന്നെ നീതീകരിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യൻ്റെ മുമ്പിലും എനിക്കൊരു നല്ല മനസാക്ഷിയുണ്ട്. കാരണം എന്നെ വിധിക്കുന്ന കർത്താവ്. ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിലുള്ള മറ്റൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. എപ്പോഴും ഇത് നമ്മുടെയും സാക്ഷ്യമായിരിക്കണം. 2 കൊരിന്ത്യർ 2-ാം അധ്യായം. ഈ വാക്യം മിക്കവാറും ഒരു സഭകളിലും പഠിപ്പിക്കാത്ത ഒരു വാക്യമാണ്. 2 കൊരിന്ത്യർ 2:14. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും, ഇതിലെ പ്രധാന വാചകം എപ്പോഴും എന്നാണ്. 24 മണിക്കൂർ 7 ദിവസവും. എപ്പോഴും എന്നതിന് മറ്റേതെങ്കിലും ഒരു അർത്ഥം കണ്ടെത്താൻ കഴിയുമോ? മിക്കവാറും സമയങ്ങളിലോ വല്ലപ്പോഴുമോ അല്ല. നിങ്ങളും ലക്ഷ്യം വയ്ക്കേണ്ടത് ഇങ്ങനെ പറയാനായിട്ടായിരിക്കണം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും, ഇത് ഞാൻ സ്വയം ഉണ്ടാക്കുന്ന ഒരു ജയമല്ല, ക്രിസ്തു തരുന്നതാണ്. നിങ്ങളവിടെ എത്തിയിട്ടില്ലെങ്കിൽ അവിടെ എത്താനായിട്ട് പരിശ്രമിക്കുക. പൗലോസ് അവിടെ എത്തിയവനായിരുന്നു. ഇത് ക്രിസ്തുവിനെ പോലെ ആകുന്നതല്ല, അത് ക്രിസ്തു വരുമ്പോഴാണ് സംഭവിക്കുന്നത്. നമ്മുടെ മനസാക്ഷിക്ക് ബോധ്യമുള്ള കാര്യങ്ങളിൽ ഈ ഭൂമിയിൽ നടക്കേണ്ട കാര്യമാണിത്. അതിനവൻ ദൈവത്തിന് നന്ദി പറയാം. അവനെ എപ്പോഴും ക്രിസ്തുവിൽ ജയോത്സവമായി നടത്തുന്നവന് അവൻ നടത്തുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ഈ പാപത്തിന്മേൽ ജയിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, അങ്ങനെ പറയരുത്, ഈ പാപത്തിൽ വീഴാതിരിക്കാനാണ് കർത്താവ് എന്നെ സഹായിച്ചു എന്ന് പറയുക. ഒരേ കാര്യമാണ്, എന്നാൽ അത് വ്യത്യസ്തവുമാണ്. ഞാൻ ഈ പാപത്തെ ജയിച്ചു എന്ന് പറയുന്നതും കർത്താവ് എന്നെ അതിൽ വീഴാതെ സഹായിച്ചു എന്ന് പറയുന്നതും. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി, അതിനകത്തൊരു ബാലൻസ് ഉണ്ട്. ഇതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഇതല്ല നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ പഴയ നിയമത്തിലാണ് ജീവിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ നിലവാരം ഉയർന്നതാണെങ്കിൽ നമുക്കത് പ്രാപിക്കാൻ കഴിയും. പൗലോസ് സാക്ഷീകരിക്കുന്നു. ഇവിടെ എവിടെയും ചിലരെ നമുക്ക് കാണാൻ കഴിയുന്നുമുണ്ട്, ആ ജീവിതത്തിൻ്റെ സാക്ഷ്യമുള്ളവരെ. എന്തുകൊണ്ട് നമുക്കത് കഴിയുന്നില്ല? പൗലോസ് പറഞ്ഞ്, എന്നെ അനുഗമിക്കുക, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഞാൻ അനുഗമിക്കുന്ന പോലെ ക്രിസ്തുവിനെ അനുഗമിക്കുക. പറയുക, എത്ര വർഷം എടുത്താലും ഞാൻ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കർത്താവിനോട് പറഞ്ഞ അതാണ്. ഇനി ഈ സെക്ഷനിൽ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഇതാണ്. ഞാൻ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. അടുത്തത് ആരാധനയാണ്. ക്രിസ്തീയ ലോകത്ത് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണിത്. മിക്കവരും പറയുന്നത് സ്തുതിയും ആരാധനയും എന്നാണ്. അതൊരു പക്ഷേ സ്തുതിയായിരിക്കാം, ആരാധനയല്ല. അത് സ്തുതിയും നന്ദി പറയുന്നതുമാണ്, എന്നാൽ ആരാധന അങ്ങനെയല്ല. കാരണം വേദപുസ്തകം അതിനെ അല്ല ആരാധന എന്ന് വിളിക്കുന്നത്. ഒരുപക്ഷെ ആളുകൾ ചോദിക്കും, സാക് ബ്രദറെ, എന്താണ് നീ ഇങ്ങനെയോ അങ്ങനെയോ പറയുന്നത് കൊണ്ട് വ്യത്യാസം? ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണ്, സഹോദര, ഞാനൊരു പുതിയ കാഡിലാക്കിൻ്റെ കാർ വാങ്ങി, ഇതാണ് അതിൻ്റെ റെസിപ്റ്റ്. നീ ഒരിക്കലും കാഡിലാക്കിൻ്റെ ഒരു കാർ കണ്ടിട്ടില്ല. അങ്ങനെ നീ ഒരു കാർ വാങ്ങാനായിട്ട് ഷോറൂമിലേക്ക് ചെന്നു. അവൻ നിങ്ങൾക്കൊരു സൈക്കിൾ തന്നു, അതിൽ കാഡിലാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വന്നു. എന്താ കുഴപ്പം? ഇത് കാഡിലാക്ക് എന്ന് എഴുതിയിട്ടില്ലേ? നീ വഞ്ചിക്കപ്പെട്ടു, അത്രേ ഉള്ളൂ. ഇതുപോലെ പിശാച് നിനക്കൊരു സൈക്കിൾ തന്നിട്ട് അത് കാഡിലാക്ക് കാറാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധന നിനക്ക് നഷ്ടപ്പെടും. എന്താ കുഴപ്പം? അത് ആരാധന അല്ല എന്നുള്ളതാണ് കുഴപ്പം. വളരെ വിലയുള്ള ഒരു കാര്യം നീ നഷ്ടപ്പെടുത്തി. ആരാധനയാണെന്ന് പറഞ്ഞ് ആരാധന അല്ലാത്ത ഒരു കാര്യത്തെ നീ ആരാധിച്ചു. സൈക്കിളിനെയാണ് നിങ്ങൾ കാഡിലാക്ക് കാറെന്ന് പറയുന്നത്.
ലോകപ്രകാരമുള്ള കാര്യത്തിൽ നീ അത് ചെയ്യുമോ? ഒരിക്കലുമില്ല. ഭൗതിക കാര്യങ്ങൾ നീ വളരെ ശ്രദ്ധയോടെ അത് ചെയ്യത്തുള്ളൂ. ദൈവിക കാര്യങ്ങളാണ് നീ ശ്രദ്ധിക്കാത്തത്. ഞാൻ ആളുകളെ വെല്ലുവിളിക്കാറുണ്ട്. ഞാൻ പറയും, ഇത് സാക് ബ്രദറിൻ്റെ ഉപദേശമല്ല. നിങ്ങൾ ഏതെങ്കിലും കൺകോർഡൻസ് എടുത്ത് നോക്കൂ, എവിടെയൊക്കെയാണ് ആരാധന എന്ന പദം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്കാണ് പ്രതിഫലം കൊടുക്കുന്നത്. ഞാൻ ശ്രദ്ധയോടുകൂടെ പഠിച്ചു പുതിയ നിയമത്തിൽ എവിടെയൊക്കെയാണ് ആരാധന എന്നുള്ള പദം വരുന്നത്. പഴയ നിയമത്തിലല്ല. പോയി എവിടെയൊക്കെയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ പദം വരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ തന്നെ ആ വ്യത്യാസം മനസ്സിലാക്കും. ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മിക്കവാറും ക്രിസ്ത്യാനികൾ ദൈവവചനം പഠിക്കുന്നതിൽ വളരെയധികം മടിയന്മാരാണ്. അതുകൊണ്ടാണ് അവർ തന്നെ ഇത് കണ്ടെത്താത്തത്. അല്ലെങ്കിൽ നിങ്ങളൊരു കൺകോർഡൻസ് എടുത്ത് ഈ പദം എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കിക്കേ. സങ്കീർത്തനത്തിൽ അനേക ഭാഗത്ത് ആരാധനയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണത്? കൈ പൊക്കുക, കൈ അടിക്കുക, ഹല്ലേലൂയ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതെല്ലാം ജഡികമാണ്. ദേഹിയുടെ തലത്തിലാണത്, നിങ്ങളുടെ മനസ്സിൻ്റെയും വികാരത്തിൻ്റെയും തലത്തിൽ. ഇത് പഴയ നിയമമാണ്. വൈകാരികമല്ലാതെ ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് ദൈവത്തെ കൈ ഉയർത്തിയും കൈ ഉയർത്താതെയും ആരാധിക്കാൻ കഴിയുമോ? കൈ അടിച്ചും കൈ അടിക്കാതെയും നിങ്ങൾക്ക് ആരാധിക്കാൻ. രണ്ടു വിധത്തിൽ ഞാൻ ആരാധിക്കാറുണ്ട്. വികാരപ്രകടനമില്ലാതെയും വികാരത്തോടെ എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. എനിക്ക് ദൈവത്തെ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചും ആരാധിക്കാൻ കഴിയും. എൻ്റെ ബുദ്ധി മാറ്റിവെച്ചിട്ടും എനിക്ക് ആരാധിക്കാൻ കഴിയും. എന്നാൽ ഇന്ന് പുതിയ നിയമത്തിൽ ആത്മാവിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് പോകാം. 23-24 വാക്യങ്ങൾ. മിക്കവാറും ആളുകൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. കാരണം അവർ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. ശമര്യക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞു, നാഴിക വരുന്നു. വളരെ ശ്രദ്ധിച്ചു വായിക്കുക. അത് വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. രണ്ട് കാര്യം. ചിലപ്പോൾ മിരുതമായ കാര്യങ്ങൾ അത്ഭുതകരമായ വിധം യേശു പറയാറുണ്ട്. അത് വരുന്നതേ ഉള്ളോ? വന്നോ? ശരി, അത് വരുന്നു, വന്നിരിക്കുന്നു. ഒരു മിനിറ്റ്, അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സത്യനമസ്കാരികൾ. നിങ്ങൾക്കൊരു സത്യനമസ്കാരിയാകണോ? പിതാവിനെ ആത്മാവിൽ ആരാധിക്കണം, അതുപോലെ സത്യത്തിലും. സത്യം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിൽ, യാഥാർത്ഥ്യമില്ലാതെയല്ല. അങ്ങനെയുള്ളവരെയാണ് പിതാവ് ഇച്ഛിക്കുന്നത്. ഈ വചനം എൻ്റെ ഹൃദയത്തിൽ പിടിച്ചു. ഡാഡി, എൻ്റെ പിതാവേ, അങ്ങ് ഇങ്ങനെയുള്ള ആരാധനക്കാരെയാണോ ഇച്ഛിക്കുന്നത്? അങ്ങനെ ആരെയും നീ കാണുന്നില്ലേ? അതിലൊരാളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവിൻ്റെ ഇച്ഛ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? യഥാർത്ഥ ആരാധനക്കാരെ അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, തന്നെ ആത്മാവിൽ ആരാധിക്കുന്നവരെ. ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലാണ് ആരാധിക്കേണ്ടത്, അതുപോലെ സത്യത്തിലും. ആത്മാവിൽ ആരാധിക്കുക എന്താണെന്ന് നാം മനസ്സിലാക്കണം. അതിന് നിങ്ങൾക്ക് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ദേഹം, ദേഹി, ആത്മാവ്, ഈ 3 ഭാഗങ്ങളുള്ളവനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം ത്രിത്വമാണ്. തൻ്റെ സാദൃശ്യത്തിലാണ് നമ്മെ ദൈവം സൃഷ്ടിച്ചത്. ആത്മാവ്, ദേഹി, ദേഹം. ഇതിൽ ആത്മാവാണ് ഏറ്റവും പ്രധാനം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദീമോസ് എന്ന പണ്ഡിതനോട് യേശു സംസാരിക്കുന്ന കാണുന്നുണ്ട്. വീണ്ടും ജനിക്കുക എന്നുള്ള അടിസ്ഥാനപരമായ കാര്യത്തെക്കുറിച്ചാണ് യേശു പറയുന്നത്. എന്നാൽ 5 പ്രാവശ്യം വിവാഹമോചിതയായ ശമര്യക്കാരി ഒരു സ്ത്രീയോട് യേശു ഏറ്റവും ഉയർന്ന സുവിശേഷമാണ് പറയുന്നത്. ആരാധനയെപ്പറ്റി എത്ര അത്ഭുതകരമാണ്! ഈ വിദ്യാഭ്യാസമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത പാപിയായ ഇവളോടാണ് ആരാധനയെക്കുറിച്ച് പറയുന്നത്. അത് മനസ്സിലാക്കാൻ ബുദ്ധിയുടെ ആവശ്യമില്ല. അത് മനസ്സിലാക്കാൻ ബുദ്ധിയുടെ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ആരാധനയെക്കുറിച്ച് നിക്കോദീമോസിനോടും വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ച് ശമര്യക്കാരി സ്ത്രീയോടും പറയുമായിരുന്നു. നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. അതുകൊണ്ട് വളരെ ബുദ്ധിയുള്ള നിങ്ങൾ ആരാധന എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ബുദ്ധി അല്പനേരത്തേക്ക് മാറ്റിവെക്കുക. ആ ശമര്യക്കാരി സ്ത്രീയെ പോലെ ആയിരിക്കുക. 1 തെസ്സലോനിയർ 5:23. ദൈവം നമ്മെ മുഴുവനും ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ആത്മാവിനെയും ദേഹിയെയും ദേഹത്തെയും. ഇവിടെ നാം കാണുന്നു മനുഷ്യൻ ആത്മാവും ദേഹവും ദേഹിയുമാണെന്ന്. പഴയ നിയമത്തിലെ ഈ സമാഗമന കൂടാരം, അത് മനുഷ്യൻ്റെ ഒരു ചിത്രമാണ് കാണുന്നത്. അതിന് 3 ഭാഗങ്ങളുണ്ട്. അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം. പ്രാകാരം എല്ലാവർക്കും കാണാൻ കഴിയും, നമ്മുടെ ശരീരം കാണാൻ കഴിയുന്നത് പോലെ. അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും മൂടപ്പെട്ടതാണ്. അത് നമ്മുടെ ആത്മാവിനും ദേഹിക്കും സമാനമാണ്. അത് മറ്റാർക്കും കാണാൻ കഴിയത്തില്ല. ഒരു തിരശ്ശീലമുണ്ട്. ഈ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല. ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ ആത്മാവിനും ദേഹിക്കുമിടയിൽ ഒരു തിരശ്ശീല പോലെ എന്തോ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ നിറയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവിന് മനുഷ്യൻ്റെ ഉള്ളിൽ വന്ന് വസിക്കാൻ കഴിയാതെ ഇരുന്നത്. എന്നാൽ നാം എബ്രായ ലേഖനം വായിക്കുമ്പം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങളിൽ യേശു തൻ്റെ ദേഹമെന്ന
തിരശ്ശീലയിൽ കൂടെ നമുക്ക് അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും വേർതിരിച്ചിരുന്ന ആ തിരശ്ശീല പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതു വഴിയായി നമുക്ക് വേണ്ടിയാണ് ആ തിരശ്ശീല അവൻ കീറിയത്. അതിനെക്കുറിച്ച് പറയുന്നത് തൻ്റെ ദേഹമെന്ന തിരശ്ശീല എന്നാണ്. ആരുടെ ദേഹം? യേശുവിൻ്റെ ദേഹം. അതേക്കുറിച്ചെല്ലാം പറയാൻ എനിക്ക് നേരമില്ല. അടിസ്ഥാനപരമായിട്ട് അത് എൻ്റെ ഇഷ്ടമാണ്. ദേഹം എൻ്റെ ഇഷ്ടത്തെയാണ് കാണിക്കുന്നത്. അത് യേശു വിശ്വസ്തയോടെ തൻ്റെ ജീവിതകാലം മുഴുവനും കൊന്നു. അവസാനം ആ ക്രൂശിൽ അവൻ മരിച്ചപ്പം ദൈവം ആ തിരശ്ശീല മേലെ തൊട്ടടിയോളം കീറി. ദൈവം പറഞ്ഞു, ഇതാ ഒരു മനുഷ്യൻ, തൻ്റെ ഇഷ്ടം ഒരിക്കലും ചെയ്യാത്ത ഒരു മനുഷ്യൻ. അവൻ്റെ ഇഷ്ടം ക്രൂശിക്കപ്പെട്ടപ്പം ആ തിരശ്ശീല കീറുകയും പിതാവിൻ്റെ സന്നിധിയിലേക്ക് അവൻ പ്രവേശിക്കുകയും ചെയ്തു. ഇവിടെ വായിക്കുന്നത് നമുക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു പുതുവഴിയെന്ന്. അതുകൊണ്ട് നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകണമെങ്കിൽ അവിടെയാണ് ആത്മാവിലുള്ള യഥാർത്ഥ ആരാധന. ജഡത്തിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ പ്രാകാരത്തിൽ നടക്കുന്ന യാഗങ്ങളും അവിടെ യാഗപീഠത്തിൽ മൃഗങ്ങളെ കൊന്നുകൊണ്ട് അതൊരു ആരാധനയാണ്. വിശുദ്ധ സ്ഥലത്ത് ഒരു ആരാധന നടക്കുന്നുണ്ട്. ദേഹിയിലെ മനസ്സുകൊണ്ടും വികാരം കൊണ്ടും ധൂപകലശം കൊണ്ടും മേശയിലുള്ള കാഴ്ചയപ്പവും ഒക്കെ കത്തുന്ന നിലവിളക്ക്. എന്നാൽ ഇതിനെല്ലാം അപ്പുറത്ത് ആത്മാവിൽ ആരാധിക്കുന്ന ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. ആ പ്രാകാരത്തിൽ അനേക ആയിരങ്ങളുണ്ട്. ആളുകളോട് കൂടെ നമുക്ക് ആരാധിക്കാം. എന്നാൽ ആ വിശുദ്ധ സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കുന്ന പുരോഹിതന്മാരുണ്ട്. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ദൈവത്തെ നിങ്ങൾക്ക് മടുപ്പാണെങ്കിൽ നിങ്ങൾക്ക് ആരാധിക്കുന്നവനാകാൻ കഴിയില്ല. ആളുകളോട് കൂടെ ആയിരിക്കുന്നതാണ് നിങ്ങൾക്ക് സന്തോഷം തരുന്നെങ്കിൽ ദൈവത്തെ നിങ്ങൾക്ക് ഒരിക്കലും ആരാധിക്കാൻ കഴിയില്ല. കാരണം അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. അവർക്ക് ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ മടുപ്പില്ല. അവർക്ക് എപ്പോഴും മനുഷ്യരോടുകൂടെ ആയിരിക്കണം. നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് എപ്പോഴും മനുഷ്യനോടുകൂടെ ആയിരിക്കണോ ദൈവത്തോടുകൂടെ ആയിരിക്കണോ? അതാണ് തെളിയിക്കുന്നത് നിങ്ങൾ അതിവിശുദ്ധ സ്ഥലത്ത് ആരാധിക്കാൻ യോഗ്യനാണെന്ന്. ആളുകളോടുകൂടെ മാത്രമേ അതിന് സാധ്യമാകത്തുള്ളെങ്കിൽ നിങ്ങൾ പ്രാകാരത്തിൽ ആരാധിക്കുന്നവനാണ്. അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം മാത്രമേ ഉള്ളൂ. യേശു തൻ്റെ പിതാവിനോടുകൂടെയുള്ള ആരാധനയിലായിരുന്നു. പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു പദവിയാണിത്. ഞാൻ ദൈവസന്നിധി വരുമ്പം അവിടെ മറ്റാരുമില്ലെങ്കിലും എനിക്ക് ദൈവത്തോടൊപ്പം തനിയെ ഇരിക്കാനായിട്ട് കഴിയും. പുതിയ നിയമത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നിരിക്കുന്ന ഒരുവൻ്റെ ലക്ഷണമാണത്. അതെനിക്കും നിങ്ങൾക്കുമുള്ള ഒരു ബഹുമതിയാണ്. നിങ്ങൾ അവിടെയാണെങ്കിൽ പാപത്തെ നിങ്ങൾക്ക് ഈസിയായിട്ട് ജയിക്കാൻ കഴിയും. ദൈവഹിതം അറിയാൻ പ്രയാസമില്ലായിരിക്കും. അവൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കും. അവനെ സേവിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഏത് ശുശ്രൂഷയും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ അന്തർമുഖനോ നാണമുള്ളവനോ ആയിരിക്കില്ല. അവനെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് മടിയുണ്ടാകുകയില്ല. നിങ്ങൾക്ക് ഭയമുണ്ടായിരിക്കില്ല. അത് പ്രാകാരത്തിലുള്ളവർക്കാണ്. വിശുദ്ധ സ്ഥലത്തുള്ളവർക്കും ആളുകളുടെ മാനവും ബഹുമാനവും ഒക്കെ നേടാൻ ആഗ്രഹം കാണും. അതിവിശുദ്ധ സ്ഥലത്ത് ജീവിക്കുന്നവൻ ഒരു മനുഷ്യൻ്റെ മാനം ആഗ്രഹിക്കുന്നില്ല. കാരണം അവിടെ ദൈവം മാത്രമേ ഉള്ളൂ. എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ അവിടെ എത്തിയാൽ അവിടെ എത്താനുള്ള വഴിയാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അനാച്ഛാദനം ചെയ്തത്. അവിടെ എത്താനുള്ള അവകാശമാണ് പിശാച് നമ്മളിൽ നിന്ന് കവർന്നു കളഞ്ഞത്. അവനൊരു സൈക്കിൾ തന്നിട്ട് ഇതാണ് കാടിലെ കാറെന്ന് പറയുന്നു. ഇതുപോലെയാണ് നമ്മൾ സ്തുതിയും ആരാധനയും എന്ന് പറയുന്നത്. തികച്ചും ബുദ്ധിശൂന്യത. അത് നന്ദിയും സ്തുതിയുമാണ്. ദൈവത്തെ നാം സ്തുതിക്കേണ്ട ആവശ്യമുണ്ട്. അവൻ നമുക്ക് ചെയ്തതിനെ ഓർത്ത് അതിൻ്റെ ആവശ്യമുണ്ട്. അവൻ ആരാണെന്ന് ഓർത്ത് നന്ദി എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തതിനെ ഓർത്ത് നന്ദി രേഖപ്പെടുത്തുക. അവൻ ആരാണെന്ന് ഓർത്ത് അവനെ സ്തുതിക്കുക. ആരാധന എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അതിന് യേശുവിനെ ആ തിരശ്ശീല കീറേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതാണ് യേശു ഇത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ ആവശ്യമാണ്. എബ്രായർ 12 നാം വായിക്കുന്നത് ഇവിടെ പറയുന്നു, നമുക്കും യേശുവിൻ്റെ ഈ കാൽച്ചുവടിൽ തന്നെ നടക്കണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ ക്രൂശ് സഹിച്ചു. ഞാൻ എൻ്റെ വാക്കിലത് പറയാം. അവൻ ആ തിരശ്ശീല കീറാൻ തയ്യാറായി. അതായിരുന്നു ആ ക്രൂശ് തൻ്റെ 33.5 വർഷത്തെ ജീവിതത്തിൽ. അതവൻ ചെയ്തത് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തുകൊണ്ടാണ്. സങ്കീർത്തനം 16:11 തൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അത് പ്രാകാരത്തിലല്ല, വിശുദ്ധ സ്ഥലത്തുമല്ല. സങ്കീർത്തനത്തിൽ വായിച്ച പോലെ അത് ദൈവസന്നിധിയിലാണ്. ആ സന്തോഷ പരിപൂർണതയായിരുന്നു യേശുവിന് വേണ്ടിയിരുന്നത്. അതിന് തിരശ്ശീല കീറിയേ മതിയാവുള്ളായിരുന്നു. അതാണ് യേശു ചെയ്തത്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, വളരെ പരിതാപകരമായ ഒരു റോമ ജയിലിൽ ഇരുന്നുകൊണ്ടാണ് എപ്പോഴും സന്തോഷിപ്പീനെന്ന് പറഞ്ഞത്. കാരണം അവൻ ദൈവസന്നിധിയിലാണ് വസിച്ചത്. അവിടെയായിരുന്നു അവൻ്റെ അതിവിശുദ്ധ സ്ഥലം. നിങ്ങൾക്ക് എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളോട് തന്നെ പറയണം, എൻ്റെ ജഡത്തിൻ്റെ ഈ തിരശ്ശീല കീറാനായിട്ട് എനിക്ക് മനസ്സില്ല. യേശു നിങ്ങൾക്ക് വേണ്ടി ഇനോഗ്രേറ്റ് ചെയ്ത ആ വഴിയെ പോകാൻ നിങ്ങൾ തയ്യാറല്ല. യേശു ആ തിരശ്ശീല കീറിക്കഴിഞ്ഞു.
എന്നാൽ ആ വഴി നിങ്ങൾ എല്ലാ ദിവസവും തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ ജഡത്തിൻ്റെ തിരശ്ശീല കീറിക്കൊണ്ട്. നിങ്ങൾ ആ തിരശ്ശീല കീറിയാൽ നിങ്ങൾ ആ അതിവിശുദ്ധ സ്ഥലത്തെത്തുമെന്ന് ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾ കർത്താവിലുള്ള ആ സന്തോഷം അനുഭവിക്കും. ഇത് നിശ്ചയമാണ്. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഈ ആരാധനയുടെ അടുത്ത് നമുക്കെങ്ങനെ പ്രവേശിക്കാനായിട്ട് കഴിയും? റോമാലേഖനം 12-ാം അധ്യായം. റോമാലേഖനം 12-ലെ പൗലോസ് പ്രകാരമാണ് പറയുന്നത്. അവിടെ 1, 2, 3 അധ്യായങ്ങളിൽ മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ച് വിവരിച്ച് പറയുന്നത് നാം കാണുന്നു. വിശുദ്ധീകരണത്തെക്കുറിച്ച് വിവരിക്കുന്നു. 6-ാം അധ്യായത്തിൽ പാപത്തെ എങ്ങനെ ജയിക്കാമെന്ന് പറയുന്നു. 8-ാം അധ്യായത്തിൽ ആത്മാവിൽ എങ്ങനെ ജീവിക്കാമെന്ന് നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ സർവ്വശക്തിയെക്കുറിച്ചും വിശ്വസ്തയെക്കുറിച്ചും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും 9, 10, 11 അധ്യായങ്ങളിൽ വായിക്കുന്നു. എന്നിട്ട് 12-ാം അധ്യായത്തിൽ ഈ ദൈവത്തിൻ്റെ എല്ലാ മനസ്സലിവിനെ ഓർപ്പിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, എങ്ങനെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ഒരു യാഗമായിട്ട് ദൈവത്തിന് സമർപ്പിക്കണം. അത് ദൈവത്തിന് പ്രസാദകരമാണ്. കാരണം ഇതാണ് ശരിയായിട്ടുള്ള ആത്മാവിലുള്ള ആരാധന. ശമരിയക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞത് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആത്മാവിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, പഴയ നിമിത്തം ഒരു കാളയെ പല കണ്ണങ്ങളായിട്ട് വിഭജിക്കുന്നത് പോലെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു, കർത്താവെ ഞാൻ നിനക്ക് വേണ്ടി എല്ലാം തരുന്നു എന്നല്ല, അത് കണ്ണമായിട്ട് വേണം സമർപ്പിപ്പാൻ. അപ്പോഴേ അത് സത്യമാകും. കർത്താവെ എൻ്റെ ഈ കണ്ണ് നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും കാണാനായിട്ടോ വായിക്കാനായിട്ടോ ഞാൻ ഇനി മേലാൽ ഉപയോഗിക്കില്ല. അതുപോലെ കർത്താവെ എൻ്റെ നാക്ക് ഇനി ഒരിക്കലും അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ സംസാരിക്കില്ല. അതാണ് മറ്റൊരു കാര്യം. കർത്താവെ എൻ്റെ ഈ കൈ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും അതുകൊണ്ട് ഞാൻ ഇനി ചെയ്യില്ല. അങ്ങനെ കണ്ണമായിട്ട് അത് യാഗപ്പെടുത്തി വയ്ക്കുക. അപ്പോളെ നിങ്ങൾ നിങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പറയും, സ്വയം വഞ്ചനയാകാതിരിക്കുകയുള്ളൂ. അത് മുറിച്ചു മാറ്റുക. യാഗപീഠത്തിൽ കാളയെ കണ്ണങ്ങളാക്കിയതുപോലെ അപ്പോളേ തീ ഇറങ്ങത്തുള്ളൂ. ആ തീ ഇറങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചവരല്ല. അതുകൊണ്ടാണ് നിനക്ക് ആരാധിക്കാൻ കഴിയാത്തത്. നിങ്ങൾക്ക് പാടാം, നന്ദി പറയാം, നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈക്കിള് കാടിലെ കാറാണെന്ന് പറയുന്ന പോലെ അനേകായിരങ്ങൾ ഈ സ്വയവഞ്ചനയിൽ ജീവിക്കുകയാണ്. ആ കൂട്ടത്തിൽ നിങ്ങളാകരുത്. യഥാർത്ഥ ആരാധനയിലേക്ക് വരിക. നിങ്ങളുടെ ശരീരത്തിൻ്റെ മുഴുഭാഗവും ഒരു ജീവനുള്ള യാഗമാക്കി തീർക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ഇതുപോലുള്ള ഒരു ആരാധനക്കാരനായിരിക്കുക. സകലതും യാഗപീഠത്തിലാണെന്ന് ഉറപ്പുവരുത്തുക. അതുമാത്രമല്ല, നിങ്ങളുടെ മനസ്സ്, ദേഹം, ദേഹി, ആത്മാവ്, നിങ്ങളുടെ മനസ്സ് അത് ദിനം പ്രതി പുതുക്കിക്കൊണ്ടിരിക്കണം, പുതിയതാക്കിക്കൊണ്ടിരിക്കണം. എങ്ങനെ എൻ്റെ മനസ്സിനെ പുതുക്കാൻ എനിക്ക് കഴിയും? എൻ്റെ മനസ്സ് ദൈവവചനത്തോട് ഒത്തുപോകുന്നതാക്കിക്കൊണ്ടിരിക്കുക. ദൈവം ഒരു കാര്യം പറയുമ്പം എൻ്റെ ജഡം അത് അംഗീകരിക്കില്ല. അപ്പം ഞാൻ പറയും, അതിനെ ഞാൻ ക്രൂശിച്ച് കളയും. ഞാൻ പറയും, അതാണ് ദൈവത്തിൻ്റെ വഴി, ഞാനത് അംഗീകരിക്കുന്നു. ഉദാഹരണത്തിന്, പിറുപിറുപ്പും വാദവും ഇല്ലാതെ എല്ലാം ചെയ്യാനായിട്ട് ദൈവവചനം പറയുന്നു. ഫിലിപ്പിയർ 2:14. ഞാനത് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി എടുക്കണം. എൻ്റെ നാവ് കൊണ്ട് ഞാൻ പിറുപിറുക്ക് പരാതിപ്പെടുകയും ചെയ്യില്ല. എൻ്റെ ഹൃദയം, നാവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാലും ഹൃദയത്തിൽ എനിക്ക് പിറുപിറുക്കാം. യോഗ ചെയ്ത് എനിക്ക് നാവിനെ നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ യോഗ ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. പരാതിയും പിറുപിറുപ്പും ഹൃദയത്തിലാണ് സംഭവിക്കുന്നത്. ഒരു ബുദ്ധിസ്റ്റിനോ യോഗിക്കോ നാവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരും. അതുകൊണ്ട് അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോയി എന്നർത്ഥമില്ല. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും പിറുപിറുക്കുകയും കംപ്ലൈൻറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണെങ്കിൽ അതിന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം. ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ. യേശു ഒരിക്കലും പിറുപിറുക്ക് പരാതിപ്പെടുകയോ ചെയ്തില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, പുതിയ നിയമത്തിലൂടെ ഈ അത്യുന്നതമായ കാര്യം ചെയ്യാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ പിശാച് നിരന്തരം പറയും, ഇത് സാധ്യമല്ല, ഇത് സാധ്യമല്ല, ഇത് സാധ്യമല്ല. നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഒരു പുതിയ നിയമസഭയിൽ ഇരുന്ന ശേഷവും നിങ്ങൾ ഇത് ലക്ഷ്യം വയ്ക്കുക പോലും ചെയ്യാതെ ജീവിക്കും. കർത്താവെ, എന്ത് വില കൊടുത്തിട്ട് ഞാൻ ഈ പുതിയ നിയമത്തിൽ എത്തുമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നില്ലെങ്കിൽ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ കാര്യം ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. എൻ്റെ ചുറ്റുമുള്ള ആരും ഈ കാര്യത്തിൽ താല്പര്യമില്ലാത്തവരായിട്ടിരുന്നാലും ഞാൻ അവിടെ എത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്രകാരം ഒരു സഭയുമില്ല, ആ സഭയിലിരിക്കുന്ന എല്ലാവരും ഈ ജീവിതത്തിൽ എത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട്. നിരന്തരം ഇതേപ്പറ്റി അവർ കേട്ടാലും ഇത് വ്യക്തിപരമായൊരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കും. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുന്നെങ്കിൽ അവൻ തൻ്റെ ക്രൂശ് എടുക്കട്ടെ. ഇതെല്ലാവരും കൂടി എടുക്കുന്ന ഒരു ക്രൂശല്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് വരാം, എന്നാൽ ഒരുമിച്ച് ക്രൂശ് എടുക്കാൻ കഴിയില്ല. അത് വ്യക്തിപരമാണ്. ഓരോ ദിവസവും നീ തന്നെ തിരഞ്ഞെടുക്കണം. രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ ആ ദിവസം മുഴുവനും യേശു പോയ ആ വഴിയിൽ കൂടെ നടക്കണം. ആ തിരശ്ശീല ചിന്തിക്കൊണ്ട് അവൻ തുറന്ന ആ വഴിയെ കൂടെ. അതാണ് യഥാർത്ഥ ആരാധന. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ആരാധനയെപ്പറ്റി ആദ്യമായി ദൈവവചനത്തിൽ പറയുന്ന 2 കാര്യങ്ങൾ. ഒന്നാമത് അത് ഇയ്യോബിൻ്റെ പുസ്തകത്തിലാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം. ഇയ്യോബ് അബ്രഹാമിന് മുമ്പ് ജീവിച്ച ആളാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം ഇയ്യോബിൻ്റെ എല്ലാ കാര്യങ്ങളും എടുത്തു കളഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാം
അവൻ്റെ വസ്തുവകകൾ, അവൻ്റെ കുടുംബം, ഭാര്യ മാത്രം അവശേഷിച്ചു. അവൻ്റെ ഭാര്യയെയും കൊല്ലുവാനായിട്ട് പിശാചിന് കഴിയുമായിരുന്നു. എന്നാൽ പിശാച് അവളെ കൊണ്ട് ഇയ്യോബിനെ നിരന്തരം ബുദ്ധിമുട്ടിപ്പിച്ചു. അതിനുവേണ്ടി മാത്രമാണ് പിശാച് അവളെ കൊല്ലാതിരുന്നത്. എന്നാൽ പിശാച് അവൻ്റെ എല്ലാം എടുത്തു. അവൻ്റെ 10 മക്കളെ, അവൻ്റെ സമ്പാദ്യം മുഴുവനും ഒരു നിമിഷം കൊണ്ട് അവനെല്ലാം നഷ്ടമായി. എന്നാൽ ഇയ്യോബ് 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആരാധനയെപ്പറ്റി മനുഷ്യചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രതിപാദിക്കുന്നത് ഇവിടെയാണ്. അവൻ വീണ് ദൈവത്തെ നമസ്കരിച്ചു. അതെന്ത് സ്തുതിയും ആരാധനയുമായിരുന്നു. ഇന്ന് സഭയിൽ നടക്കുന്ന സ്തുതിയും ആരാധനയുമല്ല. അവൻ്റെ ജീവിതത്തിൽ അവനെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവൻ ദൈവത്തെ ആരാധിച്ചത്. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, പോകുമ്പോഴും ഒന്നും ഉണ്ടായിരിക്കുകയില്ല. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇതാണ് ആരാധന. നിൻ്റെ ജീവിതത്തിലുള്ളതൊന്നും നിനക്കൊന്നുമല്ലാതായി തീരുമ്പോൾ, അത് നിൻ്റെ മക്കളോ, നിൻ്റെ വസ്തുവകയോ, നിൻ്റെ ബാങ്കിലുള്ള പണമോ, നിൻ്റെ കയ്യിലുള്ള ഷെയറുകളോ ഒന്നും നിനക്കൊന്നുമല്ലാതായിരിക്കും. കർത്താവേ, നിനക്കതെല്ലാം എടുക്കാം. വെറുതെ അങ്ങനെ പറയരുത്. ഒരു പക്ഷേ ദൈവം അങ്ങനെ തന്നെ ചെയ്യാം. അതുകൊണ്ട് ഗൗരവത്തോടെ പറയുക, അർത്ഥമാക്കിക്കൊണ്ട്. ഞാൻ എൻ്റെ സങ്കല്പത്തിൽ ഇങ്ങനെ കാണാറുണ്ട്. എനിക്ക് ഉള്ളതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഭാര്യയും എൻ്റെ 4 മക്കളും ശവപ്പെട്ടിയിൽ മരിച്ചു കിടക്കുകയാണ്. ഞാൻ പറയും, കർത്താവേ, ഞാൻ നിന്നെ ആരാധിക്കും. ഇതൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാണെന്ന്. ആരാധനയെപ്പറ്റി രണ്ടാമത് കാണുന്ന ഉൽപ്പത്തി പുസ്തകം 22-ലാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ് ആദ്യമായിട്ട് ആരാധനയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത്. ഇസ്ഹാക്കിനെ കൊണ്ട് അബ്രഹാം മോറിയ മലയിലേക്ക് പോയപ്പോൾ, നിങ്ങളിവിടെ നിന്നാൽ മതിയെന്ന് അവൻ തൻ്റെ ദാസന്മാരോട് പറഞ്ഞു. ഞാൻ ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോയി. ഉൽപ്പത്തി 22-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ആരാധന കഴിച്ചിട്ട് മടങ്ങി വരാം. അവൻ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത്? തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമേറിയ കാര്യമായിട്ടാണ് അവൻ അവിടേക്ക് പോകുന്നത്. 10,000 ആടുകളേക്കാൾ വിലയുള്ളത്, അതിനെ കൊല്ലാനാണ് പോകുന്നത്. അവനവിടെ പറയുന്ന, കർത്താവേ, എൻ്റെ മകനേക്കാൾ മൂല്യമുള്ളത് നീയാണെന്ന് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. അതിനെയാണ് അവൻ ആരാധന എന്ന് പറഞ്ഞത്. ആരും കാണുന്നില്ല. അത് വളരെ വ്യത്യസ്തമായ ഒരു ആരാധന. അവിടെ മറ്റാരുമില്ല, അബ്രഹാവും ദൈവവും അല്ലാതെ. അവൻ ഇത് തെളിയിക്കുകയാണ്. ഇതാ കർത്താവേ ഞാൻ. വെറും വാക്കുകളല്ല, അവൻ തെളിയിക്കുകയാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളത് ദൈവമാണെന്ന്. അതാണ് യോബും ചെയ്തത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇതിൽ കുറഞ്ഞതൊന്നുമല്ല യഥാർത്ഥ ആരാധന. നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവെ, ആരെക്കാളും എന്തിനേക്കാളും മൂല്യതയുള്ളത് നീയാണ്. നിനക്കിതെല്ലാം എടുക്കാം. ദൈവമല്ലാതെ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴും നിങ്ങൾക്ക് കാണാം ദൈവം എല്ലാത്തിനും മതിയായവനെന്ന്. അതറിയുന്നവനാണ് ഒരു യഥാർത്ഥ ആരാധനക്കാരൻ. അതുകൊണ്ട് വെറും വാക്കുകളാണ് ആരാധന എന്ന് വിചാരിച്ച് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. പാട്ടുപാടി ദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കുക, വാക്കുകൾ കൊണ്ട്. എന്നാൽ മൗനമായിരുന്നാണ് ദൈവത്തെ നിങ്ങൾക്ക് ഉന്നത തലത്തിൽ ആരാധിക്കാൻ കഴിയുന്നത്. മൗനമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ശോധന ചെയ്യാം. ഞാൻ പൂർണ്ണമായി എന്നെ സമർപ്പിച്ചു. എൻ്റെ ശരീരത്തെ മുഴുവനും, എൻ്റെ വസ്തുവകകളെല്ലാം, അതുപോലെ നിൻ്റെ കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ കർത്താവിനോട് പറയാൻ കഴിയും, കർത്താവേ, നിനക്കിതെല്ലാം എടുക്കാം. എനിക്ക് വേണ്ടത് നീയാണ്. ഒരാരാധനക്കാരനെ ശരിയായിട്ട് വരച്ച് കാണിക്കുന്ന ഒരു വാക്യമാണ് സങ്കീർത്തനം 73-ന്റെ 25-ാമത്തെ വാക്യം. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും എനിക്കിത് പറയാനായിട്ട് കഴിയും. കർത്താവെ, നീ ഒഴികെ ഒരു വസ്തുവും ഒരാളും ഈ ഭൂമിയിൽ എനിക്ക് വേണ്ട. നീ മതി. ഞാൻ സ്വർഗത്തിലെത്തുമ്പോഴും കൊട്ടാരങ്ങളോ കിരീടങ്ങളോ അല്ല എനിക്ക് വേണ്ടിയത്. രോഗങ്ങൾ ഒഴിഞ്ഞ ഒരു ജീവിതമല്ല. എനിക്ക് അങ്ങ് മതി. നീ മതി. നീ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം ഉണ്ട്. അതാണ് ഒരു ശരിയായ ആരാധനക്കാരൻ. പ്രിയ സഹോദരീസന്മാരെ, ഇതാണ് പുതിയ നിയമം നമുക്ക് മുന്നിൽ വെക്കുന്ന ആ മനോഹരമായ ജീവിതം. യേശു ജീവിതം അനുഭവിച്ചു, നാമും അതനുഭവിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ പറയട്ടെ, മിക്ക ക്രിസ്ത്യാനികളും ഇവിടെ എത്തിയിട്ടില്ല. കാരണം അവരതിന് വില കൊടുക്കാൻ തയ്യാറല്ല. പകരം അവർ ഞായറാഴ്ച രാവിലെ ചില പാട്ട് പാടി അതിനെ ആരാധന എന്ന് വിളിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വഞ്ചകനായ പിശാച് ഒരു വലിയ പ്രവൃത്തി ചെയ്തെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്നാൽ അവിടുത്തെ വചനം ഈ വഞ്ചനയെ വെളിപ്പെടുത്തുന്നു. അങ്ങനെ ഞങ്ങൾ ഒരിക്കലും വഞ്ചിക്കപ്പെടരുതെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. കർത്താവെ, അവിടുത്തെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ആ വലിയ പ്രവൃത്തികൾ കണ്ട് ഞങ്ങൾ ധൈര്യത്തോടെ അവിടുത്തെ അടുക്ക വരാൻ ഞങ്ങളെ സഹായിക്കണേ. അതുപോലെ അവിടുത്തെ കൃപയാൽ ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് ഒരു വലിയ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഒന്നും അങ്ങിൽ നിന്ന് മാറ്റിവെക്കാതെ
ഇയ്യോബിനെയും അബ്രഹാമിനെയും പോലെ അങ്ങയെ ആരാധിക്കാനായിട്ട്, ആത്മാവിലും സത്യത്തിലും അങ്ങയെ ആരാധിക്കാനായിട്ട്. അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി. യേശു തുറന്നു നിന്ന ആ ജീവൻ്റെ പുതുവഴിയിലൂടെ അങ്ങയുടെ അടുക്കൽ വരാനുള്ള ഭാഗ്യം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമീൻ.